വയസ്സിലാണ് വിരാട് കോഹ്ലി ആദ്യമായി ക്രിക്കറ്റ് ബാറ്റ് എടുത്തത്. പിതാവ് പ്രേം കോഹ്ലി ആയിരുന്നു ബോളറുടെ ജോലിയേറ്റത്. പ്രേം ഡൽഹിയിലെ ക്രിമിനൽ അഭിഭാഷകനായിരുന്നു. കോഹ്ലിയെ ടീമിൽ ഉൾപ്പെടുത്താൻ ഒരാൾ പ്രേം കോഹ്ലിയോട് കൈക്കൂലി ചോദിച്ചു. വിരാടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ടീമിലേക്ക് എടുക്കൂ, അതിനായി ഒന്നും നൽകാൻ താൻ തയ്യാറല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പോഴുള്ള പ്രതികരണം. 2006 കോഹ്ലിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് പിതാവിന്റെ നിര്യാണം. രഞ്ജി ട്രോഫിയിൽ കർണാടകയ്ക്കെതിരെ ഡൽഹിക്കു വേണ്ടി കോഹ്ലി 40 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ദിവസമായിരുന്നു പിതാവിന്റെ ആ മരണം. പിറ്റേന്നു കോഹ്ലി ബാറ്റിങ്ങിന് ഇറങ്ങില്ലെന്നു സകലരും കരുതി. തന്നെ വലിയൊരു ക്രിക്കറ്ററാകാൻ ആഗ്രഹിച്ച പിതാവിനായി കോഹ്ലി കളത്തിലിറങ്ങി. 90 റൺസ് എടുത്താണ് മടങ്ങിയത്. രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് കോഹ്ലിക്ക് വാതിൽ തുറന്നത് ഇതിന് പിന്നാലെയായിരുന്നു. 2008 അണ്ടർ 19 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് കോഹ്ലിയായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനലിൽ വിജയമുറപ്പിച്ചപ്പോൾ തന്നെ ആഹ്ലാദ പ്രകടനം ആരംഭിച്ച സഹ കളിക്കാരോട് ശാന്തത പാലിക്കാനും മത്സരം പൂർത്തിയാക്കാനും നിർദ്ദേശിച്ച കോഹ്ലിയുടെ പക്വമായ സമീപനം അന്നേ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും മാറ്റം വരുത്തിയ കോഹ്ലി പുതിയൊരാളായി പുനർജനിച്ചത് 2012 പോഷക സമ്പൂർണമായ ഡയറ്റ് പിന്തുടർന്ന കോഹ്ലി വസ്ത്രധാരണത്തിൽ സ്റ്റൈലിഷായി. കോഹ്ലിയുടെ താടിയും ടാറ്റുവുമെല്ലാം ട്രെൻഡായി മാറി. ലോകത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് ക്രിക്കറ്റ്മാരിൽ ഒരാൾ എന്ന വിശേഷണവും പിന്നാലെ കോഹ്ലിക്ക് കിട്ടി. അനുഷ്ക ശർമ്മയുമായിട്ടുള്ള പ്രണയം മുട്ടിട്ടത് 2013 ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു. 4 വർഷത്തെ പ്രണയം 2017 ഡിസംബറിൽ ഇറ്റലിയിലെ മിലാനിൽ പൂത്തുലഞ്ഞു. തന്റെ സ്വഭാവം മെച്ചപ്പെടുത്തിയതും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രചോദിപ്പിച്ചതും അനുഷ്കയാണെന്ന് കോഹ്ലി പലതവണ പറഞ്ഞിട്ടുണ്ട്. 2022 ജനുവരിയിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ച് വിരാട് കോഹ്ലി ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ടെസ്റ്റിൽ തോറ്റ് പരമ്പര കൈവിട്ടതിന്റെ പിറ്റേന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അപ്രതീക്ഷിതമായി രാജിവാർത്ത കോഹ്ലി പുറത്തുവിട്ടത്. ഇപ്പോഴിതാ അപ്രതീക്ഷിതമായി ടെസ്റ്റ് കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു. രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് തൊട്ടു പിന്നാലെ ഇന്ത്യ പുതിയൊരു ടെസ്റ്റ് നായകനെ തേടുമ്പോഴാണ് കോഹ്ലിയുടെ ഈ വിരമിക്കൽ പ്രഖ്യാപനവും. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിൽ നിന്ന് തഴയപ്പെടുമെന്ന അറിയിപ്പ് ലഭിച്ചതോടെയാണ് കോഹ്ലി വിരമിച്ചതെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും അതിന് തക്കതായ അടിസ്ഥാനപരമായ ഒരു കാരണമില്ല. മറിച്ച് ടെസ്റ്റിലെ തന്റെ പ്രതാപകാലത്തിന് അടുത്തെങ്ങും എത്താതെ വലയുന്ന കോഹ്ലി ഫോമും ഫിറ്റ്നസും തിരിച്ചറിഞ്ഞെടുത്ത തീരുമാനമാണിതെന്ന് വാദവുമുണ്ട്. 1.5 വർഷം നീണ്ട സെഞ്ചുറി വരൾച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയെങ്കിലും പരമ്പരയിലെ 5 മത്സരങ്ങളിൽ നിന്ന് നേടാനായത് 23 റൺസ്, ശരാശരിയിൽ 190 റൺസ് മാത്രമായിരുന്നു. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ 7 തവണ പുറത്തേക്കെത്തിയ പന്തിൽ ഷോട്ടിന് ശ്രമിച്ച വിക്കറ്റ് നഷ്ടപ്പെട്ടതോടെ കോഹ്ലിയുടെ സാങ്കേതിക മികവും വിമർശിക്കപ്പെട്ടു. അതിന് തൊട്ടു മുൻപ് ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ നടന്ന പരമ്പരയിൽ 6 ഇന്നിംഗ്സുകളിൽ നിന്ന് നേടിയത് 93 റൺസ് മാത്രമായിരുന്നു. 2020 ജനുവരിക്ക് ശേഷം 39 ടെസ്റ്റുകളിൽ നിന്ന് 30 റൺസ് ശരാശരിയിൽ 2028 റൺസ് മാത്രം നേടിയ കോഹ്ലിയുടെ അക്കൗണ്ടിലുള്ളത് 3 സെഞ്ചുറികൾ മാത്രമായിരുന്നു. ബാറ്റിംഗിലെ പിന്നോട്ടു പോക്കിനെ കുറിച്ചുള്ള ഈ തിരിച്ചറിവ് കോഹ്ലിയുടെ വിരമിക്കലിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി മാറി എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്.